അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റൽ മുറിയിൽ കായിക താരങ്ങളായ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത സംഭവം കേരളക്കരയെ ആകെ നടുക്കിയിരിക്കുകയാണ്. രാജ്യത്തിന് അഭിമാനമാകേണ്ട കായിക പ്രതിഭകൾ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതിന് പിന്നിൽ ഹോസ്റ്റലിനുള്ളിലെ മാനസിക പീഡനങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭീഷണികളുമാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മരിച്ച സാന്ദ്രയുടെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മരണത്തിന് തൊട്ട് തലേ ദിവസം സാന്ദ്ര വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും അവിടെ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ കണ്ണീരോടെ പങ്കുവച്ചിരുന്നുവെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. സായി ഹോസ്റ്റലിലെ ജീവിതം ഒരു ജയിലിൽ കഴിയുന്നതിന് തുല്യമായിരുന്നുവെന്ന് സാന്ദ്രയുടെ വാക്കുകളാണ്. കായിക പരിശീലനത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും അനാവശ്യമായ നിയന്ത്രണങ്ങളും ഭീഷണികളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതായി കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കാൻ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം വേണമെന്നാണ് സാന്ദ്രയുടെ കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥാപനത്തിൽ തുടർന്നു പോകാൻ കഴിയാത്ത വിധം കടുത്ത മാനസിക സമ്മർദ്ദമാണ് സാന്ദ്രയും മറ്റു കുട്ടികളും അനുഭവിച്ചിരുന്നത്. ഹോസ്റ്റലിലെ വാർഡന്മാരുടെ മാറ്റവും അതിനുശേഷം ഉണ്ടായ കർശന നിയന്ത്രണങ്ങളുമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് ഉണ്ടായിരുന്ന വാർഡനുമായി സാന്ദ്രയ്ക്കും മറ്റു കുട്ടികൾക്കും അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികളുടെ പ്രശ്നം കേൾക്കാനും അവർക്ക് ആശ്വാസം നൽകാനും ആ വാർഡൻ തയ്യാറായിരുന്നു. എന്നാൽ ഏകദേശം ഒരു മാസം മുമ്പ് ആ വാർഡനെ മാറ്റുകയും പുതിയ ക്രമീകരണങ്ങൾ വരികയും ചെയ്തു. പഴയ വാർഡിനെ കുട്ടികൾ ഫോണിൽ വിളിക്കുന്നതിന് സായി ഇൻചാർജ് രാജീവ് കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു. പഴയ വാർഡിനെ വിളിക്കാനോ ബന്ധപ്പെടാനോ പാടില്ലെന്നും അങ്ങനെ ചെയ്താൽ സാന്ദ്രയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുമെന്നും രാജീവ് ഭീഷണിപ്പെടുത്തിയതായി സാന്ദ്രയുടെ അമ്മ സിന്ധു ആരോപിക്കുന്നു. ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം സായിയിൽ നിന്നുള്ള പുറത്താക്കൽ അവരുടെ കരിയറിന്റെ തന്നെ അവസാനമാണ്. ഈ ഭയമാണ് പെൺകുട്ടികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കുടുംബം കരുതുന്നു. പരിശീലനത്തിനിടയിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട മാനസിക പിന്തുണയ്ക്ക് പകരം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച പീഡനങ്ങളാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചത്. ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം പലപ്പോഴും തടവുകാരോടെന്ന പോലെയായിരുന്നു. ഭക്ഷണ കാര്യങ്ങളിലും വിശ്രമവേളകളിലും പോലും കുട്ടികൾക്ക് മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു. സാന്ദ്രയുടെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം. കായിക രംഗത്തെ വളർന്നു വരുന്ന പ്രതിഭകളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരുടെ അന്ധകാരികയെ മാറുന്ന അവസ്ഥ ഭയാനകമാണ്. സായിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ചും മുമ്പും പല പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം അധികൃതർ മുക്കുകയായിരുന്നു എന്ന ആരോപണവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. മരണപ്പെട്ട പെൺകുട്ടികളുടെ മുറിയിൽ നിന്ന് ലഭിച്ച കുറിപ്പുകളും മൊബൈൽ ഫോൺ സന്ദേശങ്ങളും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് സൂചനകളുണ്ടെന്നാണ് അറിയുന്നത്. ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഒരു കായിക താരത്തിന് അനിവാര്യമായ സ്വസ്ഥമായ അന്തരീക്ഷം സായി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നതും വ്യക്തമാണ്. ഉദ്യോഗസ്ഥർക്കിടയിലെ ആഭ്യന്തര തർക്കങ്ങളും അധികാര വടംവലികളും കുട്ടികളുടെ മേൽ തീർക്കുന്ന പ്രവണതയും അവിടെ നിലനിന്നിരുന്നു. തങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ വേട്ടക്കാരായി മാറുന്ന അവസ്ഥയിൽ മറ്റൊരു വഴിയുമില്ലാതെയാണ് കുട്ടികൾ ആത്മഹത്യയിൽ അഭയം തേടിയത്. സായിയുടെ ഇൻചാർജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നീളണമെന്നും കായിക വകുപ്പ് ഈ വിഷയത്തിൽ കർശനമായ ഇടപെടൽ നടത്തണമെന്നുമാണ് ഉയരുന്ന പ്രധാന ആവശ്യം. സംസ്ഥാനത്തെ കായിക മേഖലയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഈ കുട്ടികളുടെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി കൊല്ലത്തെ സായി കേന്ദ്രത്തിലെത്തിയ കുട്ടികൾക്ക് ഒടുവിൽ ചിതയിലേക്കുള്ള വഴിയാണ് അധികൃതർ ഒരുക്കിക്കൊടുത്തത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും ക്രിമിനൽ സ്വഭാവമുള്ള ഭീഷണികളും മറച്ചുവെക്കാൻ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. സാന്ദ്രയുടെ മാതാപിതാക്കളുടെ കണ്ണീരിന് മറുപടി നൽകാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. അന്വേഷണം വെറും പ്രഹസനമായി മാറാതെ ഹോസ്റ്റലിലെ ഓരോ ഉദ്യോഗസ്ഥന്റെയും ഇടപെടലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കായിക കേരളം ഈ കേസിന്റെ ഓരോ ഘട്ടവും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്.